ഒരു ദിവസം നൂറുകണക്കിന് ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. കുടുംബ പ്രശ്നങ്ങളും ജോലി ആവശ്യവും ഒക്കെയായി നിരവധി പേർ അവരെ സമീപിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുമെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പ്രക്ഷോഭ് വത്സരമെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച CPM-നെ പ്രതിരോധത്തിലാക്കി പ്രാദേശിക നേതാവിനെതിരെ ആരോപണം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 13-ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ സുജിത്ത് ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ നേതാവുമായ ചങ്ങത്തൊടിയിൽ സുജിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായ യുവതിയുടെ പരാതിയിലാണ് ശ്രീകൃഷ്ണപുരം പോലീസിന്റെ നടപടി. പരാതിക്കാരിയായ 23-കാരി ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ്. 2025 മാർച്ച് മുതൽ 2026 മെയ് 25 വരെയുള്ള കാലയളവിൽ ചാത്തൻകുന്നിലെ പ്രതിയുടെ വീട്ടിൽ വെച്ചും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പലപ്പോഴായി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജിത്ത് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സുജിത്തിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. സുജിത്ത് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP-യും കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി. ശ്രീകൃഷ്ണപുരത്ത് ഇതൊരു ഭൂഷണമാണോ? ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഇതറിഞ്ഞില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ സംഭവം മാത്രമുള്ളത് ഈ കാര്യം തന്നെ. ഇത് കുറേയായി പോഞ്ഞുകൊണ്ടിരിക്കുക. പരാതിക്കാരിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.